പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോണ് നമ്മളൊരു സർവീസിനൊക്കെ കൊടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഫോൺ വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഒരു മൊബൈലൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഏകദേശം 100% വർക്കായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസുകൾ, ബാറ്ററി ആയിക്കോട്ടെ, ടച്ച് സ്ക്രീൻ ആയിക്കോട്ടെ, CPU, അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുകളും, അതുപോലെ തന്നെ ഒക്ടോ കോർ പ്രോസസ്സർ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഏത് രീതിയിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര പെർഫോമൻസ് നമ്മുടെ ഫോണിൽ ലഭിക്കും, എത്ര ബാറ്ററി കപ്പാസിറ്റി ലഭിക്കും, എത്ര ഹെൽത്ത് ആയിട്ടുള്ള ഫോണാണ് നമ്മൾ വാങ്ങുന്നത് എന്നൊക്കെ നമുക്കറിയാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് പഴയ ഫോൺ വാങ്ങുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. കാരണം സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ടെസ്റ്റ് യുവർ ഫോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെ കാണിക്കുന്നത് നിങ്ങളുടെ CPU-വിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളാണ്. അതുപോലെ കോർ 1, കോർ 3, കോർ 5, കോർ 8 വരെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടക്കുന്നത്, എത്ര നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ റാം, സ്റ്റോറേജ്, ബാറ്ററിയുടെ കപ്പാസിറ്റി. ഇപ്പോൾ ബാറ്ററിയിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഫുള്ളായിട്ട് ബാറ്ററി ഉണ്ട്. സ്റ്റോറേജ് നമുക്ക് കുറച്ച് കുറവാണ്, റാം കുറവാണ്. കാരണം റാം നമ്മൾ ഉപയോഗിച്ച ഫോണിൽ റാം കുറയും. എത്രമാത്രം റാം നമുക്ക് ബാലൻസ് ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. നെറ്റ്വർക്ക് അപ്പ് ആൻഡ് ഡൗൺ ആണോ, എത്ര MB അപ്പ്, എത്ര MB ഡൗൺ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെ നിങ്ങൾ ജനറേറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ടെസ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാനേജ്മെൻറ്റ് ടൂൾസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇപ്പുറത്തായിട്ട് ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്കിവിടെ വോയിസ് റെക്കോർഡർ, അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പോസ്, മറ്റുള്ള കോഡ് സ്കാനർ, അങ്ങനെയുള്ള ഓരോ, അതുപോലെ തന്നെ കളർ, അങ്ങനെയുള്ള ഓരോ ഓപ്ഷനും ഏതൊക്കെ കളറുകൾ കറക്റ്റായിട്ട് കളറുകളൊക്കെ കിട്ടുന്നുണ്ടോ, കളറുകളൊക്കെ ഏത് സെറ്റാണോ എന്നുള്ളതൊക്കെ നമുക്കിവിടെ നോക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ വോയിസ് റെക്കോർഡിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം, മറ്റുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡാഷ്ബോർഡുകൾ ഇതുപോലെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഡാഷ്ബോർഡുകളൊക്കെ നമുക്ക് നോക്കാം. ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട്, മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടൂൾസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീന്, അതുപോലെ തന്നെ മൾട്ടി ടച്ച്. ഇവിടെയാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മുടെ ഫോണിൻ്റെ സ്ക്രീന് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കളറുകൾ, മൾട്ടി കളറുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, എവിടെയെങ്കിലും സ്ക്രാച്ചുകളോ മറ്റ് സംഭവങ്ങളോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അത് നമുക്കിവിടെ ടച്ച് ചെയ്ത് നിർത്തിക്കൊണ്ട് വേണമെങ്കിൽ ഓരോ കളറും ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മൾട്ടി ടച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എവിടെയൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ പ്രവർത്തനം ഇല്ല, നല്ല ഫോൺ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ ഓരോ ഭാഗത്തും ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. അതുണ്ടോ, അതുപോലെ ഫോൺ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ, ഏരിയയൊക്കെ പ്രവർത്തിക്കാതെ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ പോയിൻ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പോയിൻ്റായിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇതുണ്ടോ, ഇതുപോലെ വരച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഈ ലൈൻ കട്ടായി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ നിങ്ങൾ വാങ്ങാതിരിക്കുക. കാരണം അതിൻ്റെ ഡിസ്പ്ലേ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതുണ്ട്, അത് മുഴുവനായിട്ട് ഇതുപോലെ ഓരോ ഏരിയയിലും ഇതുപോലെ ഓടിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഡോട്ടുകൾ കുറവായിട്ട് വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഡോട്ടുകൾ ഇതുപോലെ വീഴാതൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ഫോണിൻ്റെ ടച്ചിങ്ങിൻ്റെ ആ ഒരു ഏരിയ പ്രവർത്തനം നിലച്ചു എന്നുള്ളത്.
അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ട്. ഇതേപോലെ ലൈനൊക്കെ വീഴാൻ വന്നാലും നമ്മളിതുപോലെ ഒന്നുകൂടെ ഓടിച്ച് നോക്കാം. നമ്മൾ ഓടിക്കുന്നതിൻ്റെ ആയിരിക്കും. പക്ഷേ ഈ ലൈൻ എവിടെയെങ്കിലും നമ്മൾ 2-4 തവണ ഓടിച്ചിട്ടും ഇത് വീഴുന്നില്ല എങ്കിൽ ആ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പോകാറായതാണ്. കാരണം ഫുള്ളായിട്ട് ആ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് നെറ്റ്വർക്ക് ചെക്ക് ചെയ്യാം. നെറ്റ്വർക്ക് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. നല്ല രീതിയിൽ നെറ്റ്വർക്ക് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് GPS അതുപോലെ ഓഡിയോസ് ചെക്ക് ചെയ്യാം. ഓഡിയോ സൗണ്ട് ക്വാളിറ്റികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചെക്ക് ചെയ്യാം. ഓഡിയോയുടെ സൗണ്ട് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെൻസറുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. നിങ്ങളുടെ ഓരോ സെൻസറുകളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് നിങ്ങൾ ഫോൺ വാങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ക്യാമറയുടെ പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് ക്യാമറയുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സിമ്മിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലപോലെ കോളിങ്ങിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ ഡിവൈസിൻ്റെ ഈ ഇൻഫർമേഷൻ നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ. ഇത് ഓപ്പോ ബ്രാൻഡാണ്. അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്തെടുക്കുക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് കൊടുത്ത് ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ, സീ യു.